സ്വയം ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. ഈ പറയുന്ന രീതിയിലല്ല നിങ്ങൾ സ്വയം ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ഖലനം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പങ്കാളി തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിൽ എത്താറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് കാണാം. അതിന് മുമ്പ് നിങ്ങൾ ലിഫ്റ്റപ്പ് ഓയിൽ ഉപയോഗിക്കുന്നവരാണോ? അപ്പോൾ അതിന് തന്നെ ക്യാപ്സ്യൂളുണ്ട് കേട്ടോ. ലിഫ്റ്റപ്പ് ക്യാപ്സ്യൂൾ ക്ലിനിക്കലി പ്രൂവൺ ആണ്, ആയുഷ് സർട്ടിഫൈഡ് ആണ്, സേഫ് മാത്രമല്ല എഫക്റ്റീവുമാണ്. 100% ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടുകയും നിങ്ങളുടെ ലിംഗത്തിന്റെ തടിയും നീളമൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള താല്പര്യക്കുറവില്ലാണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നേരമൊക്കെ ടൈമിങ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ശതാവരി, ലെങ്, സേഫ് മുസ്ലി, അശ്വന്തം എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓവറോൾ ഹെൽത്തും നിങ്ങളുടെ കോൺഫിഡൻസും ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിഫ്റ്റപ്പ് ഓയിലിന്റെ കൂടെ തന്നെ ഇത് യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രാവിലെ ഒരു ക്യാപ്സ്യൂളും രാത്രി ഒരു ക്യാപ്സ്യൂളും ഭക്ഷണം കഴിച്ചിട്ട് 20 മിനിറ്റിന് ശേഷമായിട്ടോ കഴിക്കേണ്ടത്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാവേ. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ലൂബ് ഉപയോഗിക്കണം. ഇപ്പോൾ സ്ത്രീയുടെ യൂറിനിൽ നിന്നുണ്ടാകുന്നത് ഒരു ലൂബാണ് അല്ലേ. അപ്പൊ ആ ഒരു സെൻസേഷനും പ്രഷറും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ലൂബ് ഉപയോഗിക്കുന്നതിലും പറ്റും. ഫ്രിക്ഷൻ യൂസ് ചെയ്ത് ഫ്രിക്ഷനായിട്ട് അതേപോലെ ഹാർഡായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഉത്തേജനം നിങ്ങൾക്ക് കിട്ടുകയില്ല. വേറൊരു രീതിയിലുള്ള ഉത്തേജനമായിരിക്കും. രണ്ടാമത്തത് ടേക്ക് യുവർ ടൈം എന്നാണ്. ടൈം എടുത്ത് ചെയ്യണം. അതെന്ന് പറയുമ്പോൾ എത്ര നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ആസ്വദിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം പതിയെ 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 വേണം നിങ്ങൾ സ്വയം ചെയ്യാൻ. ഒരു 30 മിനിറ്റ് വളരെ സ്ലോ ആയിട്ട് വേണം, അല്ലെങ്കിൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ പറയാൻ കാരണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം നിങ്ങളുടെ കസിനോ അല്ലെങ്കിൽ വീട്ടുകാരെയോ ഒക്കെ പേടിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ സ്വയം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിംഗ് ആയിരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പങ്കാളിയുമായിട്ട് നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് സ്ഖലനം നടക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും. അപ്പൊ സ്വയം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പതിയെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ടൈം എടുത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ശീഘ്രസ്ഖലനമൊക്കെ ഉണ്ടാകും കേട്ടോ. പങ്കാളിയായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്യൂ ഉണ്ട്. എന്നോട് വന്നിട്ട് എല്ലാവരും തുറന്ന് സംസാരിക്കും, കാരണം എന്നോട് പറയാലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരുപാട് പേരെ പ്രശ്നങ്ങളിൽ ഇതുള്ളതാണ്. നോ പോൺ, ഫോൺ വേണ്ട വേണ്ട വേണ്ട. ഫോൺ കണ്ട് ഇപ്പം അത് അവർ ഉത്തേജനം കിട്ടുന്നതാണല്ലോ അങ്ങനെയാണല്ലോ എന്നൊക്കെ. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വയംഭവം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അവിടെ ചെയ്യുന്ന നിങ്ങൾ വേറൊരാളുടെ ബോഡി കണ്ട് വേറൊരാളുടെ അതിലാണെങ്കിൽ നിങ്ങൾ ഉത്തേജിതമായിട്ട് നിങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ ബോഡിയിൽ. അതൊരു സെൽഫ് ലവ് ആയിട്ട് നമുക്ക് പറയാനേ പറ്റത്തില്ല. നിങ്ങളുടെ ബോഡി കണ്ട് നിങ്ങളുടെ ബോഡി ആസ്വദിച്ച് നിങ്ങളുടെ പങ്കാളിയെ മനസ്സിലൊപ്പിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ഉത്തേജനം കിട്ടാനും ആ പങ്കാളിയോട് നിങ്ങൾക്ക് കൂടുതലായിട്ട് താല്പര്യം തോന്നാനും നിങ്ങൾ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. നിങ്ങളുടെ ഓരോ ഭാഗവും നിങ്ങളെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറൊരാളെ കണ്ട് അവരെ ബോഡി കണ്ടിട്ട് നിങ്ങൾ സ്വയം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സെൽഫ് ലവ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ഇപ്പൊ പെണ്ണുങ്ങളെ വലിയ കുണ്ടിയുള്ളത് അല്ലെങ്കിൽ വലിയ ലിംഗമുള്ളത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള തെരഞ്ഞു പിടിച്ച് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ബോൺ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലുള്ള അല്ലെ നിങ്ങളെ പങ്കാളി അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ബ്രെയിൻ എന്താക്കും, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ തോന്നിപ്പിക്കത്തുള്ളൂ. അപ്പൊ അതൊരു വിവാഹ ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു സുഖം ഇവിടെ കിട്ടാണ്ട് വരികയും ചെയ്തു. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ഒരാൾ പറയുന്നത് ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഈ വീഡിയോ ഓൺ ചെയ്ത് അവളുടെ തലയുടെ മുകളിൽ ആ ഭാഗത്ത് വെച്ചാലേ എനിക്ക് പോകുന്നുള്ളൂ, എനിക്ക് സുഖം കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഓൺ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേര്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ഓർത്ത് നോക്കിയേ. ഏതോ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഞാൻ എന്നോട് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇമോഷണൽ കണക്ഷനും സ്നേഹവും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ലൈംഗികതയും വേണമെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ ഫോൺ കാണുന്നത് നിർത്തിയേക്ക്. മെല്ലെ 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 ഒറ്റയടിക്ക് കുറയ്ക്കണ്ട, മെല്ലെ 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 സ്വയം ഒന്ന് നിർത്തി കേട്ടോ. പിന്നെ നിങ്ങൾ സംഭവം ചെയ്യുമ്പോൾ ഒരേ പൊസിഷനിൽ ഇരുന്നിട്ട് ഒരിക്കലും ചെയ്തു
പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം, പലതരത്തില് ചെരിഞ്ഞ് കിടന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ട് കമന്ന് കിടന്നിട്ട് ചെയ്തേക്കട്ടെ. കമന്ന് കിടക്കും, അത് വേണ്ട കേട്ടോ. കമന്ന് കിടന്നിട്ട് ഭയങ്കര ഫോഴ്സ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടിയെ നിർത്തണം. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൽ ഉരസുന്നതായിട്ടോ എന്താ കമന്ന് കിടന്ന് നമ്മുടെ ശരീരത്തിന്റെ ഭാവം വെയിറ്റ് മൊത്തം അതിന് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സുഖം നിങ്ങൾക്ക് യോനി കിട്ടിയെന്ന് വരത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പൊസിഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ സ്വയംഭോഗം ചെയ്യുക പല പൊസിഷനുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഒരുപാട് പൊസിഷനൊക്കെ പരിചയപ്പെടുത്താണ്ട് അതൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള പല പൊസിഷനുകളിലായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലത്. അതുപോലെ ചുമ്മാ ഇങ്ങനെ ആക്കുക മാത്രമല്ലാണ്ട് ഫുൾ ബോഡിയെ നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങളുടെ എന്താണ് മുളക്കണ്ണുകളും നിങ്ങളുടെ ചെവിൻ്റെ പുറകും ചുണ്ടും ഇത് ശരീരത്തിന്റെ ഓരോ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ സ്വയംഭോഗം ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താവും, നിങ്ങൾക്ക് അവിടെ തൊട്ടാലേ ഉള്ളൂ. അവിടെ ചെയ്യാണ്, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത ലെവലിലേക്ക് നിങ്ങൾക്ക് ഒരു പങ്കാളിയായിട്ടുള്ള ലംഘനത്തിൽ വരുമ്പോൾ അങ്ങനെ വരും. ശ്രദ്ധിച്ചേക്കണേ. 5 സെൻസ് ഓർഗൻ ഉണർത്തി നന്നായിട്ട് നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങളുടെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യുക. നിങ്ങളോട് തോന്നുന്ന ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ അത് വേറെ ലെവലായിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള മസിലുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ നിങ്ങൾ പങ്കാളിയുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റിൽ വരുമ്പോൾ പല പൊസിഷനുകൾ ട്രൈ ചെയ്യാനും അതിനെ ആസ്വദിക്കാനൊക്കെ പറ്റും. പിന്നെ പറ്റുമെങ്കിൽ എഡ്ജിങ്ങും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. അത് ശുക്ലം പോരാനാകുമ്പോഴത്തേക്കും പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കുറച്ച് നേരം ടൈമിങ് എടുത്ത് വീണ്ടും ഉത്തേജിപ്പിക്കുക. പെട്ടെന്ന് ശുക്ലം പുറത്തേക്ക് കളയാൻ പാടില്ലാത്ത വിധത്തിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് അഡ്ജിങ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. എന്നാൽ ശുക്ലം വരാനാകുമ്പോഴത്തേക്കും ലിംഗത്തിൻ്റെ അറ്റത്ത് പ്രസ് ചെയ്യുക. ഒന്ന് മുറിക്കൊന്ന് പിടിച്ചെടുക്കുക, പ്രസ് ചെയ്യുക. എന്നിട്ട് അത് അതിൻ്റെ അളവ് ഉദ്ദേശിച്ച് മുട്ടി വീണ്ടും അപ്പോൾ എന്താ പറയുക, ടൈമിങ് കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ ഇനിയുള്ളത്. അപ്പം നിങ്ങൾ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ വന്നു സൂപ്പർ. Thanks for watching my video. See you next time with another topic. Bye.